ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. സ്നേഹതയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് ഞങ്ങൾക്ക് ശക്തിയും ബലവും ദൈവമേ അവിടുന്ന് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ഗ്രഹിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവേ അവിടുന്ന് അടിയങ്ങളെ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 4. അങ്ങനെ അവർ ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ അവൻ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമുക്ക് സാധ്യമാവുകയില്ല. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഓരോ ദൈവവൈതലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ശിഷ്യന്മാരോട് കാത്തിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് പറയുമ്പോൾ അതിനു മുമ്പേ തന്നെ പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ നമുക്കതോടെ കാണുവാൻ തക്കവണ്ണം കഴിയും. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞ ആ ശിഷ്യരോടാണ് വീണ്ടും കർത്താവ് പറയുന്നത്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുവാൻ തക്കവണ്ണം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രാപിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് വീണ്ടും കടന്നു വരികയാണോ എന്നുള്ള ഒരു സംശയം നമ്മുടെ ചിന്തകളിൽ കടന്നു വരാം. എന്നാൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് പോയിട്ട് വീണ്ടും കടന്നു വരികയല്ല, പിന്നെയോ നാം അനുഭവിച്ച പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അനുദിന ജീവിതത്തിൽ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എങ്ങനെയാണ് നമ്മെ വഴി നടത്തുന്നത്, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവിച്ചറിയേണ്ടത് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ആ വലിയ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ വലിയ അഭിഷേകം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാനും നിങ്ങളും പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ അതിനെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ആ വലിയ ശക്തി ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണം. 120 പേരടങ്ങുന്ന ഒരു കൊച്ചു സമൂഹം യെരുശലേം വിട്ടുപോകാതെ അവരുടെ ജീവിതത്തിൻ്റെതായ എല്ലാ അവസ്ഥകളും സാഹചര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവർ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയുള്ളവരുടെ മേലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ ഈ അഭിഷേകം കടന്നു വരുന്നത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. നമ്മളിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടുതൽ പ്രാപിച്ച് അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ആ ശക്തി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയണം. ഇന്ന് വരെയും നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണമെങ്കിൽ ഈ വലിയ ശക്തി നമ്മുടെ മേലെ കടന്നു വരണം. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോൾ ഈ ജീവജലത്തിന്റെ, പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ നദികൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒഴുകണമെങ്കിൽ നാം എന്തു ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നവരുടെ മേലാണ് ഈ ശക്തി പകരുന്നത്. വിശ്വസിക്കുന്നവരിൽ നിന്നാണ് ഈ ശക്തി കവിഞ്ഞൊഴുകുകയാണ്. ജീവജലത്തിൻ്റെ നദികൾ നിങ്ങളിൽ നിന്ന് ഒഴുകുമെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് നാം അത് ആവോളം കുടിക്കുക മാത്രമല്ല, കുടിച്ച് നമ്മളിൽ നിന്ന് അത് നിറഞ്ഞു കവിയണം. അപ്പോൾ ആദ്യം നാം കുടിക്കണം. നമ്മളിൽ നിന്ന് മറ്റുള്ളവർ അത് കുടിക്കണമെങ്കിൽ അത് നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ആ ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകണമെങ്കിൽ ദൈവത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണെന്നുള്ള ആഗ്രഹത്തോടെയും തീഷ്ണതയോടും കൂടി കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരുടെ മേലാണ് ഈ വലിയ അഭിഷേകം പകരുന്നത്. രണ്ടാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അവിടെ കാണുവാൻ കഴിയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭൗതികമായ ചില അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണമല്ല നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. പിന്നെയോ പരമപ്രധാനമായി ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം നമ്മുടെ കൂടിവരവിൻ്റെയും നമ്മളെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ മേലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത്. മൂന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 5:32 നമുക്ക് കാണുവാൻ കഴിയും, ഈ വസ്തുതകൾക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും. അപ്പോൾ അനുസരിക്കുന്നവരുടെ മേൽ നൽകുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കണം, സ്നേഹിക്കണം, ദൈവത്തെ നാം അനുസരിക്കണം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, അതുപോലെ തന്നെ ഇത് അനുസരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. ആരെ അനുസരിക്കണം? ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും,
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും യാചിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. എനിക്ക് ആ ശക്തി ആവശ്യമാണ്. എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യണമെങ്കിൽ, ജീവിതത്തിലുള്ള എൻ്റെ പ്രതിസന്ധികളെ എനിക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം എനിക്ക് കഴിയണമെങ്കിൽ, ദൈവമേ അങ്ങയുടെ ശക്തി എനിക്ക് ആവശ്യമാണ്, ആ ശക്തി എന്നിലേക്ക് കടന്നു വരണമേ എന്ന് ദൈവത്തിനോട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ മേലാണ് ഈ അഭിഷേകം ഉണ്ടാകുന്നത്. അപ്പം നമുക്കൊരാഗ്രഹമുണ്ടായിരിക്കണം, ഈ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഈ ശക്തിയാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്നാണ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം നാം ഏതെങ്കിലും ഒരു സഭയിലായി ആ സഭയുടേതായ മെമ്പർഷിപ്പ് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ ചെന്ന് ഇന്ന സഭയുടെ മെമ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കളാകുന്നു. അപ്പോൾ നാം ഏതു സഭയിൽപ്പെട്ടവനാണെന്നോ, എന്ത് വിദ്യാഭ്യാസമുള്ളവനാണെന്നോ, എന്ത് ജോലിയാണെന്നോ ഇതൊന്നും അല്ല ദൈവം നോക്കുന്നത്. അതൊക്കെ ലോകത്തിൻ്റെതായ ക്രൈറ്റീരിയകളാണ്. സർവശക്തനായ ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലാണോ നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മാവിനാൽ നയിക്കപ്പെടണമെങ്കിൽ നമുക്കൊരാഗ്രഹമുണ്ടാണ്, നാം യാചിക്കണം. എനിക്ക് ആ ശക്തി ആവശ്യമാണെന്നുള്ള ആഗ്രഹമുണ്ടാകുകയും അത് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണെന്നുള്ള ബോധ്യമുള്ളവർ എന്ത് ചെയ്യും? അവൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ യാചിക്കുന്നവരുടെ മേലാണ് ഈ ശക്തി കടന്നു വരുന്നത്. മറ്റൊന്ന് അപ്പോസ്തല പ്രവർത്തികൾ 1:4 വായിച്ചു കേട്ടതായ കുറിവാക്യം തന്നെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഈ ശക്തി ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് പരമപ്രധാനമായ ഒരു ലക്ഷ്യം നമുക്ക് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കണം. എന്തിന്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. എനിക്ക് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ആ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഇവിടെ മാറ്റിവെച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങളുണ്ടാവും, പല സാഹചര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് പോകുവാനുള്ള ധൃതികളുണ്ടാവും, കാര്യങ്ങളൊക്കെയും ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെയും നിങ്ങൾ മാറ്റിവെച്ചിട്ട് പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. എത്ര നാൾ കാത്തിരിക്കണം എന്ന് പറയുന്നില്ല, അത് ലഭിക്കുന്നത് വരെയും കാത്തിരിക്കണം. 1 മണിക്കൂർ കാത്തിരിക്കുവാനോ 2 ദിവസം കാത്തിരിക്കുവാനോ അല്ല പറയും. നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ അത് എത്ര ദിവസം കാത്തിരിക്കണം? ഈ ശക്തി ലഭിക്കുന്നത് വരെയും നിങ്ങൾ കാത്തിരിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥനകളിലൊക്കെയും വളരെ കുറച്ച് ആളുകൾ മാത്രമേ കടന്നു വരികയുള്ളൂ. ഒരു കൺവെൻഷൻ യോഗങ്ങളിലോ ഒരു പ്രസംഗം കേൾക്കുവാനോ 2-3 മണിക്കൂർ ചിലപ്പോൾ മനുഷ്യർക്ക് കടന്നു വരുവാൻ കഴിയും. പക്ഷേ ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറാണ്. അപ്പോൾ ഒരു ദിവസം മുഴുവനായി ഈ ശക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും നമ്മെയും ദൈവത്തെയും തമ്മിൽ വേർപെടുത്തുന്നതായ നമ്മുടെ ജീവിതത്തിൻ്റെ പാപ സ്വഭാവങ്ങളൊക്കെയും കണ്ടെത്തിക്കൊണ്ട് ദൈവവുമായി ഒരു നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഇത് പ്രയാസകരമായ കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാൻ കഴിയണം. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവരുടെ മേലാണ് ഈ ശക്തി പകരുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 1:14 ഇങ്ങനെ ഈ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവർ എങ്ങനെയാണ് കാത്തിരുന്നത്? അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനസ്സോടെ
നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഒരു മനസ്സോടെ നിരന്തരമായി മടുത്തു പോകാതെ ആ ശക്തി ലഭിക്കുന്ന സമയം വരെയും അഭിഷേകം പ്രാപിക്കുന്നത് വരെയും അവരുടെ മറ്റുള്ള ചിന്തകളും ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം, ജോലി ലഭിക്കണമെന്നോ രോഗം മാറണമെന്നുള്ള ജീവിതത്തിൻ്റെതായ മറ്റാവശ്യങ്ങളല്ല അവർക്ക് ആവശ്യമായിരുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ്, അതിനു വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്നവരുടെ മേലാണ് ഈ ശക്തി കടന്നു വരുന്നത്. ഇവിടെ ഈ ശക്തിയെ ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഈ വലിയൊരു അഭിഷേകം അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ അവരിൽ വരുന്ന മാറ്റങ്ങൾ, അവരെങ്ങനെയാണ് ഈ ശക്തിയെ തിരിച്ചറിഞ്ഞത് എന്നറിയണം. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവനും നിറഞ്ഞു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള വലിയ ഒരു മുഴക്കം, ഒരു ശബ്ദമുണ്ടായി. കൊടുങ്കാറ്റല്ല, കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു മുഴക്കം എന്ന് പറയുമ്പോൾ അത് ശബ്ദമാണ്. ആ ശബ്ദം അവർ എന്തു ചെയ്തു? അവരുടെ ചെവി കൊണ്ട് അവർ ആ ശബ്ദം കേട്ടു. അവരുടെ ശരീരത്തിൽ അത് പ്രകടനമായി. അവർക്കത് കേൾക്കുവാൻ കഴിഞ്ഞു, അവർക്കത് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവനും അത് നിറഞ്ഞെന്ന് പറയുമ്പോൾ അത് ഒരാൾക്കല്ല കേട്ടത്, അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ഈ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ആ വീട് മുഴുവനും ആ മുഴക്കം കൊണ്ട് നിറഞ്ഞു. അത് എവിടെന്നാ? ഭൂമിയിൽ നിന്ന് വന്ന മുഴക്കമല്ല, പിന്നെയോ ആകാശത്തു നിന്ന് വന്ന മുഴക്കമാണ്. ഭൂമിയിൽ നിന്നുണ്ടായ ഒരു മുഴക്കമല്ല. ആ മുഴക്കത്തിന് പ്രത്യേകതയുണ്ട്, അത് ആകാശത്ത് നിന്ന് വന്ന മുഴക്കമാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ അത് പ്രകടമായി. എങ്ങനെ? അവരുടെ ചെവി കൊണ്ട് അവർ കേട്ടു. രണ്ടാമതായി 2-ാം അധ്യായത്തിന് 3-ാം വാക്യം വായിക്കുമ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടു. ശബ്ദം അവർ ചെവി കൊണ്ട് കേട്ടു. എന്നാൽ അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ ഓരോരുത്തരുടെയും മേൽ കടന്നു വരുന്നത് അവരുടെ കണ്ണുകൊണ്ട് കണ്ടു. അവരുടെ 2-ാമത്തെ ഇന്ദ്രിയമായ കണ്ണ് തിരിച്ചറിയുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ. ചെവി കൊണ്ട് കേട്ടു, കണ്ണുകൊണ്ട് കണ്ടു. അടുത്തത് അതിന്റെ 3-ാം വാക്യം, അത് അവരിൽ ഓരോരുത്തരുടെ മേൽ ആവസിച്ചു. അതായത് ഓരോരുത്തരുടെ മേൽ ആവസിച്ചു എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അവർക്ക് സ്പർശിക്കുവാൻ കഴിഞ്ഞു. അവർക്ക് സ്പർശനമുളവായി. അത് ഓരോരുത്തരുടെയും മേലാണ് അത് ആവസിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും അത് വ്യക്തിപരമായി ഈ ശക്തിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞു. മറ്റൊന്ന് അതിന്റെ 4-ാം വാക്യത്തില് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 2-ാമത് അവർക്ക് അന്യഭാഷകളിൽ അവർക്ക് സംസാരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. നാവ് കൊണ്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ, അനുഭവമാക്കുവാൻ തക്കവണ്ണം കഴിയുകയാണ്. ഇതേ ശിഷ്യന്മാരുടെ മേലാണ് ആത്മാവിനെ ഊതിയത്. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അന്ന് ഇങ്ങനെ ഒരു അഭിഷേകമല്ല ഉണ്ടായത്. അവരുടെ മേൽ ഊതി ആ ശക്തി അവർക്ക് ലഭിച്ചു. പക്ഷേ ആ ശക്തിയിൽ അവർ ബലപ്പെട്ട് അവരുടെ ജീവിതത്തിൽ അവർ അതിനെ അനുഭവമാക്കുകയാണ്. അപ്പോൾ അവരുടെ ചെവി കൊണ്ടവർ കേട്ടു, കണ്ണുകൊണ്ടവർ കണ്ടു, ശരീരം കൊണ്ട് അവർ സ്പർശിച്ചു, നാക്കുകൊണ്ടവർ സംസാരിച്ചു. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെയും തിരിച്ചറിയുകയാണ് ഈ അഭിഷേകത്തെ. നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ എത്ര പേർക്ക് നമുക്ക് വ്യക്തിപരമായത് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ട്? നമ്മെ സംബന്ധിച്ചൊരു കേട്ടറിവ് മാത്രമാണ് പരിശുദ്ധാത്മാവ്. നാം കേട്ടറിയുന്നതും വായിച്ചറിയുന്നതുമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനും നിങ്ങളും രുചിച്ചറിയണം. എങ്ങനെയാണ് നമ്മെ ഈ ആത്മാവ് നയിക്കുന്നത്?
എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് എന്ന് ഓരോ വ്യക്തിയും ആത്മീയ പൈതലും തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകും. മുന്നോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. 4-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണുവാൻ ചെയ്യും. അവർ കൂടിയിരുന്ന ആ സമൂഹം മുഴുവൻ, ആ സ്ഥലം മുഴുവൻ കുലുങ്ങി എന്നാണ് പറയുന്നത്. പത്രോസ് അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട്, ധൈര്യം അവന് ലഭിച്ചതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഓരോ അധ്യായങ്ങളും ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ ശക്തിയുടെ അനുഭവങ്ങൾ അവർ തിരിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവ് ഒന്നാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും വ്യത്യസ്തങ്ങളായ പാതകളിൽ അവരെ വഴി നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് അവർ തിരിച്ചറിയുകയാണ്. അതിനുവേണ്ടിയാണ് ഈ അഭിഷേകം ഞാൻ നിങ്ങൾ പ്രാപിക്കണമെന്ന് പറയുന്നത്. ഈ ശക്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്ന അസാധ്യമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സുസാധ്യമാക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ഈ വലിയ അഭിഷേകമാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. തുടർന്നുള്ള ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തി വ്യത്യസ്തങ്ങളായ രീതിയിൽ അപ്പോസ്തലന്മാരെ വഴി നടത്തുന്നത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അനുദിനം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ കടന്നു വരണമേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. അത് ഏതെങ്കിലും ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാൽ പോരാ. ദേവാലയങ്ങളിൽ കടന്നു പോകുമ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോഴും ഓരോ നിമിഷവും ഈ ആത്മാവിനോട് നമ്മുടെ ഹൃദയം കൊണ്ട് ഞാനും നിങ്ങളും ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. ദൈവം ഹൃദയത്തെയാണ് പരമപ്രധാനമായി നോക്കുന്നത്. അപ്പോൾ ഹൃദയം കൊണ്ട് എപ്പോഴും ഈ ആത്മാവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുവാൻ കഴിയണം. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നത്. പലരും അവിശ്വസിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് നടത്തുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നത്? അത് രുചിച്ചറിയേണ്ട കാര്യമാണ്. അത് കേട്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല, വായിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല, പിന്നെയോ വ്യക്തിപരമായി രുചിച്ചറിയണം. അങ്ങനെ ഞാനും നിങ്ങൾ രുചിച്ചറിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് വേണ്ടി അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നത് ഈ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമ്പോഴാണ്. പ്രതിസന്ധികൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് സഹായകനാണ്, പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യസ്ഥനായി നമ്മളെ കരം പിടിച്ച് വഴി നടത്തും. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അതിന് ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിനോട് യാചിക്കണം, ദൈവത്തിൻ്റെ തിരുസന്നതയിലെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമെങ്കിൽ നമ്മുടെ മേൽ ഈ വലിയ അഭിഷേകമുണ്ടാകും. ഈ വലിയ അഭിഷേകം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കൃപയെ നാർപ്പോടുകൂടി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണമെങ്കിൽ ഈ വലിയ അഭിഷേകം ഞാനും നിങ്ങളും പ്രാപിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹതയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ
ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൗത്യങ്ങളെ ഭൂമിയിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഈ രാത്രി ദൈവമേ അപ്പോസ്തലന്മാരുടെ മേൽ ദൈവമേ കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നതുപോലെ ദൈവമേ ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തികളുടെ മേൽ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ ഇവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിളിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ വിശ്വസിച്ച് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ദൈവമേ കാത്തിരുന്ന് നിലവിളിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവമേ അങ്ങയുടെ അഭിഷേകം അവിടുന്ന് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുത്തെ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അടിയനെയും അവിടുന്ന് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.